മാത്രം ചിന്തിച്ചുകൊണ്ട് മാറ്റി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സാണ്, കച്ചവടമാണ്. കച്ചവടം നടത്തിയാൽ ലാഭം കിട്ടൂ. സാധനം മേടിച്ച് വീട്ടിൽ വെച്ചാൽ ലാഭം കിട്ടില്ല. കട തുറന്നെങ്കിലേ കച്ചവടം നടക്കുകയുള്ളൂ. പല ആളുകളും ഈ ബിസിനസ്, ഞാൻ അത് പറയാൻ കാരണം, ഈ ബിസിനസ്സിൽ കയറുമ്പോൾ പലരും പറയും ഞാൻ പണ്ട് ചെയ്തതാണ്, ഞാൻ പണ്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ ഒരാൾ പരാജയപ്പെട്ടെടുത്ത് അയാൾ എന്താണോ ചെയ്തത് അത് ചെയ്യാമെന്നാണ് നമുക്ക് വിജയിക്കാം. എന്റെ പേര് പഠിച്ചത് ഷാജി എന്നാണ്, വയനാട് ജില്ലയിലാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിലേക്ക് ലഭിക്കുന്ന ടൈൽസിന്റെ മേഖലയിൽ മാസം 5000 രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന അവസരത്തിലാണ്. 5000 രൂപ ശമ്പളം മേടിച്ച് കുഴപ്പമൊന്നുമില്ല, നന്നായ രീതിയിൽ ജീവിച്ചു പോകുന്നു. ഇന്നിപ്പോ എങ്ങനെ ഈ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാൻ കാരണം എന്റെ ലൈഫിൽ ഉണ്ടായ ഇൻസിഡന്റ്. എനിക്ക് ഒരു അസുഖം ഉണ്ടായി, കിഡ്നി സ്റ്റോൺ. ആർക്കെങ്കിലും കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ടോ? ഈ സുഖം നോക്കാം. കിഡ്നി സ്റ്റോൺ വന്നോ? അതങ്ങനെ എല്ലാവർക്കും വരാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ നമുക്കത് കിഡ്നി സ്റ്റോൺ ആണ്, ഇപ്പൊ നമ്മളതിന് ഡയമണ്ട് എന്നാ പറയാ. ശരിയല്ലേ? അപ്പൊ അത് അസുഖം വന്നു, ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒന്ന് ഹോസ്പിറ്റലൈസ് ആയി. നഴ്സ് ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി എന്റെ സ്ലിപ്പ് വന്നു. പക്ഷെ എന്റെ കാര്യം പണം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്കാൻ ചെയ്യാൻ വേണ്ടി രാവിലെ വെറുതെ പോയി ചെയ്യണം. പക്ഷെ നമ്മുടെ ഷോപ്പ് തുറന്നതിന് ഏകദേശം 9 മണി കഴിഞ്ഞു. അപ്പൊ ഷോപ്പ് തുറന്ന് അവരൊന്നും കഴിക്കാതെ തലസൊക്കെ പെയിൻ കില്ലറൊക്കെ ശരീരത്തിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, കട തുറന്നതിന് ശേഷം. അപ്പൊ ആ നിപ്പാണ് എന്നെ സംബന്ധിച്ചോളം എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരുന്ന് മേടിക്കാനുള്ള പണമെങ്കിലും സമ്പാദിച്ച് വെക്കണം എന്നുള്ള ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വലിയ ദേഷ്യം വന്നു, കാരണം വലിയ വിഷമം വന്നു. ഇത്രയും സമയം തീരെ വയ്യാതെ മനുഷ്യൻ 1000 രൂപ കടം ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷം പറയുന്നത് അന്ന് തന്നെ അവിടെ നിർത്തിയതിനാണ് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നത്. കാരണം നമ്മൾ പലരും അങ്ങനെയാണ്, കാര്യങ്ങൾ നടന്നാൽ പിന്നെ ആ ഭാഗം നോക്കൂല. നടക്കാത്ത അവസ്ഥ വന്നെങ്കിലേ നമ്മൾ തിരിച്ചിരിക്കുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? മലപ്രകാരം എങ്ങനെയാണ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവിടുന്ന് ഞാൻ ചിന്തിച്ചൊരു തീരുമാനമാണ്, എന്തെങ്കിലും എക്സ്ട്രാ പണം ഉണ്ടാക്കി വെക്കണം. പക്ഷെ നമ്മളെ സ്ഥലത്ത് വേറെ ഒന്നും ചെയ്യാൻ മാർഗമില്ല. അങ്ങനെ നമ്മൾ ചെറിയൊരു കച്ചവടം തുടങ്ങി. നാടൻ ചിട്ടികളൊക്കെ പിടിച്ചോണ്ട് ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടില്ല. അങ്ങനെ ചെറിയ കച്ചവടം തുടങ്ങി. ആ കച്ചവട സമയത്ത് പണം മുടക്കാനില്ലാതെ നഷ്ടത്തിലേക്ക് പോയി. എന്റെ വൈഫിനെ ഞാൻ അവിടെ എത്തിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആ കടയും കൂട്ടി. അപ്പൊ കേക്കിന്റെ മുകളിൽ ചെറിയ ചോല, കടത്തിന്റെ മുകളിൽ പിന്നെ കടവായി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഒരുപാട് പേരെ ഉപദേശിക്കാൻ, എന്റെ കുടുംബത്തിലെ കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ഒരുപാട് ഉപദേശിക്കും. നിനക്ക് ഈ ആക്രാന്തം പിടിച്ച് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? ഉള്ള പണിയെടുത്ത് ജീവിച്ചാൽ പോലെ നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടില്ല, കടം വന്നതൊക്കെ പറഞ്ഞു എന്നല്ലാതെ എന്താണ് നിന്റെ പ്രശ്നം ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് പ്രസാദ് സാർ എന്റെ കസിൻ ഈ ഓപ്പർച്യൂണിറ്റിയുടെ കയ്യിലേക്ക് എത്തിയിരുന്നത്. വന്ന സമയത്ത് മൂപ്പർക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ 3 കാരണമാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ കാരണം. ഒന്ന്, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഉണ്ടോ? ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. 2, നമ്മൾ കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. ശരിയാണോ? മൂന്നാമത്, ഇഷ്ടമുള്ള സമയത്ത് ചെയ്യണം. ഈ 3 കാരണമാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം. ഇതേ 3 കാരണമാണ് പലരും ഈ ബിസിനസ് ഇട്ടിട്ട് പോകാൻ കാരണം. ശരിയാണോ? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആരെങ്കിലും ചോദിക്കാറുണ്ട്, ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് കട തുടങ്ങിയാൽ രാവിലെ പോയി തുറക്കാനാണെന്ന് പറയണോ? ഒന്നും പറയണ്ട, അവൻ തന്നെ ഒക്കുള്ളൂ. കല്യാണമാണ്, എന്ത് കല്യാണം? ഇന്ന് കച്ചവടമുള്ള ദിവസമാണ് എന്നുള്ള രീതി. പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ലാസ്റ്റ് മൈലേജിൽ പറയും, എന്നിട്ട് അതൊരു സ്റ്റൈലാക്കി നടക്കും, അവസാനം പരാജയപ്പെടും. ശരിയാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, വിജയിച്ചവർ എന്ത് ചെയ്തു അത് നമ്മൾ ചെയ്താൽ 100% നമ്മൾ വിജയിക്കും. വിജയിച്ചവരെ അനുകരിക്കുക. വിജയിച്ചവരുടെ പ്രവൃത്തിയുണ്ട്, പരാജയപ്പെട്ടത് പ്രവൃത്തിയില്ല. ഒരിക്കലും ഒരു കുട്ടിയും പറയില്ല ഞാൻ പരാജയപ്പെട്ടത് പഠിക്കാത്തതുകൊണ്ടാവും. ശരിയാണോ? ഒരു അധ്യാപകൻ പറയാറില്ല നീ ഫസ്റ്റ് റാങ്ക്, നീ പരാജയപ്പെട്ടുകൊണ്ട്, നീ ജസ്റ്റ് പാസ്സായിക്കോട്ടെ എന്ന് വെച്ച് പഠിപ്പിക്കാറില്ല. ശരിയല്ലേ? പക്ഷെ പഠിക്കുന്ന കുട്ടികളാണ് അത് മാറ്റം വരുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയാണ്. മൈലൈഫ് 5 വർഷത്തെ കോഴ്സ് ആയിട്ട് നിങ്ങൾ എടുക്കൂ. 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബിസിനസ് എന്തായിത്തീരും ഇന്ന് ചിന്തിക്കാൻ പറ്റിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നതാണ്, അങ്ങനെ ഒരു തീരുമാനമാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചോളം എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുന്ന സ്ലൈഡിൽ നിന്ന് വിരോധമില്ലല്ലോ. ഇതാണ് ഞാൻ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. ഇറ്റാലിയൻ മാർബിളാണ്. 3D വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്കിപ്പോ അത് ചെറുതായിട്ട് തോന്നും. എന്റെ അച്ഛൻ വെച്ച വീടാണ്. അവിടെ നിന്നാണ് ഈ അവസരം ഞാൻ കേൾക്കുന്നത്. അവിടെയാണ് ഇന്നും രാവിലെ പോകുന്നത്. ആ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അപ്പൊ ചിന്തിച്ചു നോക്കുക, ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു, കടങ്ങളെല്ലാം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ പറയാൻ ഞാൻ 0-ൽ നിന്നാണ് തുടങ്ങിയത്.
ഞാൻ മൈനസിൽ നിന്നാ തുടങ്ങി. സീറോ എന്ന് പറഞ്ഞാൽ അപ്പുറം പറഞ്ഞു, ശരിയല്ലേ? കയ്യിലൊന്നും ഇല്ലാത്തവരെ സീറോ എന്ന് പറയാം, കടമുള്ളവരെ സീറോ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മൈനസ് തുടങ്ങി. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് വരുമാനമല്ല ഞാൻ ഇട്ടത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവര് ചോദിക്കും നിനക്കെന്താ കിട്ടിയത്, എന്റെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കടങ്ങളെല്ലാം തീർക്കുന്ന ആരെങ്കിലും പറയൂ? കട തീർത്തോ പറയോ? അവന്റെ കട തീർത്തായിരുന്നു ഒന്ന് പറയൂ? 1 രൂപ ബാക്കി കൊടുക്കണ്ട അത് പറയും, തീർത്തതാരും പറയില്ല. അപ്പൊ അങ്ങനെ ആളുകൾ കളിയാക്കി കൊടുക്കുന്ന സമയത്തും എന്നെ സംബന്ധിച്ച് പലരും കുറ്റപ്പെടുത്തിയതാണ് എനിക്ക് ആവേശമായി. കാരണം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇത് പറയാൻ നീ ആരാണെന്നാണ് എന്റെ മൈൻഡിലെ പോലെ ചിന്ത. ശരിയാണല്ലോ? ഈ ബിസിനസ് കേട്ടത് ഞാനാണ്. എന്റെ വൈഫ് പറഞ്ഞു ഇതുകൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ലാന്ന് എല്ലാരും പറഞ്ഞ്. ഞാൻ ചോദിച്ചു നീ എത്ര പേരെ എടുത്ത് കേട്ടു? എല്ലാരും പറഞ്ഞ് കേൾക്കാനല്ല, ഞാൻ പറയുന്നത് ഞാൻ കേട്ട കാര്യമാണ്, ഞാൻ വിശ്വസിച്ച കാര്യമാണ്. അത് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുന്നവരെ നീ ഒന്ന് ക്ഷമിക്കുക. ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 3 ദിവസമൊക്കെ പട്ടിണി കിടന്നു. ഈ ബിസിനസ് ഞാൻ രക്ഷപ്പെട്ടു വേണം വ്രതം കിടന്നതല്ല, ബിസിനസ് നിർത്താൻ വേണ്ടി. ശരിയാണല്ലോ? 3 ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, നീ പട്ടിണി എത്ര ദിവസം വേണം കിടന്നു, ഞാനിത് നിർത്തൂല. ഞാനും ചെയ്യുന്നത് ജീവിതകാലം ഇവിടെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്നെ കൂടെ നിൽക്കാൻ പറഞ്ഞു. ഇതെല്ലാം വൈഫിന്റെ സുപ്രാത്തിൽ നല്ല തോന്നലൊക്കെ ഉണ്ടായി. കാരണം വേറെ ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടിയത് തോന്നും. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2014 ഒക്ടോബറിലാണ്. ഇപ്പൊ എത്ര വർഷമായി? 11 വർഷം കൂട്ടാം അല്ലേ? ശരിയല്ലേ? ആദ്യത്തെ വർഷം 13 മാസം എടുത്തു ടീ കോർഡിനേറ്റർ ആവാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു ഇതുകൊണ്ട് നടക്കുന്ന എന്താ കാര്യം? പഞ്ചായത്ത് പണിക്ക് അതിനുള്ള പൈസ കിട്ടും. ടീ കോർഡിനേറ്റർ എത്ര കിട്ടും? 30,000 രൂപ കിട്ടും. 13 മാസം 30,000 കിട്ടിയ പണ്ടൊക്കെ പറഞ്ഞു നെറ്റിയെ പോകാനുണ്ടാവില്ല. ശരിയല്ലേ? പക്ഷെ ഈ 13 മാസത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ് പിന്നീട് എന്നെ വേഗം വർദ്ധിപ്പിച്ചത്. ഈ 13 മാസം ഞാൻ ഫുൾ ടൈം റീറ്റെയിൽ ചെയ്തപ്പോൾ അങ്ങോട്ട് DC ആയത്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരാൾ പോലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാവാം. നമ്മൾ എല്ലാവരും പോയി വളരെ ആവേശത്തിൽ പോയി പറയും, പക്ഷെ അവര് കേൾക്കും നമ്മളെ ഇന്നലെ വെച്ചാണ്. യെസോ ഞാൻ പട്ടിണി പരിപാടി എന്റെ കൂടെ ഒന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ എന്റെ അടുത്ത് രക്ഷപ്പെടാനാണ് ആദ്യം ശ്രമിക്കുക. ശരിയാവില്ല? അപ്പൊ പട്ടിണി പരിപാടി നിൽക്കുന്ന നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇന്നലെ വെച്ച വിലയിരുത്തുന്നു. അങ്ങനെ ഞാൻ ബിസിനസ് അനുഗ്രഹമെല്ലാം മേടിച്ചു വയനാട് ജില്ലയിൽ വരെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോയി. അവിടെ ഞാൻ 10 പേരോട് 6-7 പേരെ സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമില്ലല്ലോ പരിപാടി, ഞാൻ ഇവിടെ പറയുമ്പോൾ ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചു ഞാൻ ശരിയായി. വീണ്ടും ഞാൻ വയനാട്ടിൽ വന്ന് കുറച്ച് പേര് പറഞ്ഞു വീണ്ടും പഴയ അവസ്ഥ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നിച്ചത് എന്റെ ഇന്നലകളെയാണ് അവർ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത് നാളെകളെ. ഇതൊരു പ്രശ്നമാണ്. പക്ഷെ മറ്റു ജില്ലക്കാർക്ക് എന്റെ ഇന്നലകൾ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന നാളെ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് എന്റെ ഏറ്റവും പോസിറ്റീവ് അവിടെയാണ്. ഇനി അടുത്തൊരു വിഷയം പറയാം. നമ്മൾ ആദ്യം പറയുന്ന ആരോടാണ്? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ആണെങ്കിൽ, ഏറ്റവും അടുത്ത ബന്ധുക്കളോട്. ബന്ധുക്കളുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? ചില ബന്ധുക്കളായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, അവരോട് പറയും. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളോട് പറയും. ഈ 3 സാധനം നമ്മളോട് വരിക. ശരിയാണോ? കാരണം അവര് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയുന്നവരാണ്. അതുകൊണ്ട് അവര് വരില്ല. നമ്മുടെ ഇവരൊന്നും തമ്മിൽ മിനിറ്റ് ഞാൻ ആരെ കൊണ്ടുവരും, അതുകൊണ്ട് നമ്മൾ പണിതു. ആദ്യം ചെയ്യേണ്ടതോ നമ്മളെ എന്ന് ബോധ്യപ്പെടുത്തുക. ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഇത് വിജയിക്കും. സ്വയം ബോധ്യം വന്നതിന് ശേഷം ബോധ്യപ്പെടുത്താൻ ഇറങ്ങിയാൽ വിജയിക്കാൻ പറ്റും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തോട് പറഞ്ഞ 2 ബന്ധു കിട്ടുന്ന ഉറപ്പുണ്ടോ? ആ കിട്ടും. ഉറപ്പുണ്ടോ? കിട്ടും. 3ാമത്തെ ഉറപ്പിൽ നമ്മുടെ ഒപ്പം പോകും. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. 2,14,000 ചിലർ 2,14,000 കിട്ടിയത് കുഴപ്പമില്ല, ഒരു 2,000 കിട്ടിയാൽ അവരുടെ കൂടെ വരുന്നൊരു പട്ടിണി ചത്തു. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം 2,10,000 അത് എനിക്കുള്ളതാണ്, അത് ഞാൻ വാങ്ങിക്കുന്നതായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്ത് ഇറങ്ങി. അങ്ങനെ ഞാൻ എല്ലാം കാണിക്കില്ല. ആദ്യമായിട്ട് എനിക്കൊരു വലിയ വിശ്വാസം കിട്ടിയൊരു പ്രോഗ്രാമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ കസിൻ സിസ്റ്റർ ബിന്ദു മാഡം ടീ കോർഡിനേറ്റർ ആയ സമയത്ത് അവരെ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ എന്താ പറയുക, ദൈവം പ്രത്യക്ഷപ്പെട്ട നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ ആ പ്രോഗ്രാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ 2 പക്കം കെട്ടുന്നൊക്കെ കാണിച്ചു. നമ്മൾ നോക്കി കുഴപ്പമില്ല, കുറെ 0, 2 ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ 0 പിന്നെ അക്കൗണ്ടില്ല. നമ്മളവർക്ക് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ ബിസിനസിന്റെ വേഗത കൂട്ടിയത്. അദ്ദേഹം പറഞ്ഞൊരു ഫോട്ടോ എന്നെ കാണിച്ചു. ഇത് ഞാൻ എന്റെ ഒരു ടീം ലീഡർ ITC സെലിബ്രേഷൻ പ്രോഗ്രാമിന്റെ ഫോട്ടോ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ
ഇങ്ങനെ എല്ലാവരും സ്യൂട്ടൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന എല്ലാവരും സ്യൂട്ട് ഇട്ടിരിക്കുന്ന ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഭംഗി ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ ചിന്തിച്ചു, സാറേ ഞാനും ITC പ്രോഗ്രാം ഒക്കെ സാറിനെ വിളിക്കും, സാറ് വരണം. ഉടനെ പുള്ളി എന്നെ തോളം തട്ടി പറഞ്ഞു, വേറെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്താൽ ഞാൻ വരുന്നു. ചിന്തിക്കണേ, ഞാനൊരു സത്യം പറയാം, ITC എത്ര ഭീതിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ ഞാനത് മിണ്ടൂല. കാരണം എന്താണെന്നറിയോ, എന്റെ DTC റാങ്കിലാണ് ഞാനത് പറയുന്നത്. ഇനി DTC റാങ്ക് എന്റെ പ്രായം പറഞ്ഞു തരാം. DTC ഏകദേശം അല്ലേ? ശരിയല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പൊ 2 ലക്ഷം വന്നത് 13 മാസം, പിന്നെ വന്നത് അടുത്ത 2 വന്നത് അടുത്ത 6 മാസം. അപ്പൊ എത്രയും 13 6 19, പിന്നത്തെ 2 വന്ന അടുത്ത 2 മാസം കൊണ്ട് 21 മാസം കൊണ്ട് മാച്ച് ചെയ്ത DV 7.5 ലക്ഷം. ആ പോക്കുമായി ഈ ജന്മത്തിൽ ITC ആവോ? ഇല്ല. 10 കോടിയാണ് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ വിടൂല. അറിയാത്ത ഉദ്ദേശമുണ്ട്. പക്ഷെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ മൈൻഡ് ചിന്ത മാറി. ITC ആവണം, പ്രോഗ്രാം വെക്കണം, പിന്നത്തെ റാങ്കുകളൊക്കെ വളരെ വേഗത്തിലായി. പിന്നെ നമ്മുടെ തീരുമാനം, അതായത് തീരുമാനം എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രൂപത്തിൽ ഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം വരും. ശരിയല്ലേ? തീരുമാനം ഉള്ളവരെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ മാറിയ ആ പ്രോഗ്രാം നിന്നു. അതിനുശേഷം ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കാറാണത്, ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. കടവും കടത്തിന് വിടും. 3 ദിവസം എന്റെ വൈഫ് ആ വണ്ടി കയറിയിട്ടില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലാന്നുള്ളത്. ജീവന് കൊതിയുന്നുണ്ട്. ശരിയല്ലേ? ഒന്നാമത് കാലം ജീവനും കൂടെ പോയാൽ അതായിരിക്കാം. പക്ഷെ ആ കാറിൽ ഓടിച്ചു കണ്ണൂർ കാസർഗോഡ് പോകാൻ ഇതിനാണ് ഡ്രൈവിംഗ് പഠിച്ച് ആദ്യമായിട്ട് ഒരു ഫോർവേഷൻ വാഹനം മേടിച്ച് ടാറ്റ ഇന്ഡിക വിസ്റ്റയാണ്. ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച ഫോർവേഷൻ കാറാണ്. ആ കാറ് വാങ്ങിച്ച് അതുവഴി കണ്ണൂർ കാസർഗോഡ് കോട്ടയം എറണാകുളം ഭാഗത്തേക്ക് ബിസിനസ് പോയി. പിന്നെ 2018 നമ്മുടെ മുബി സാർ ഭ്രമരം എന്നൊരു പ്രോഗ്രാം വെച്ചു. ഓരോ പ്രോഗ്രാമും ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ്. അതാണ് നമ്മൾ വിജയിക്കുള്ളൂ. പ്രോഗ്രാമിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ വേഗത കൂടും. അങ്ങനെ പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞു 10 ലക്ഷമോ അതിന് മുകളിലോ വിലയുള്ള വാഹനം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേജിൽ വന്നിറങ്ങാം. അങ്ങനെ ആർട്ടിസ്റ്റ് റാങ്കാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, കൂളായിട്ടില്ലല്ലോ, ഇന്ന് 3ാമത്തെ ആളായിട്ടായിരുന്നു ഞാൻ കൂളായിട്ടിരുന്നു. കാരണം എന്താ, ഞാൻ മേടിക്കുന്നില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാൻ മേടിക്കുന്നില്ല. അപ്പൊ മുബി സാർ ഡയലോഗ് പറഞ്ഞു, സാറേ വണ്ടി വാങ്ങിക്കണ്ടേ? ഞാൻ സാറേ ഉള്ള വണ്ടി കണ്ടടിക്കാൻ കഴിയുന്നില്ല, പിന്നെ എന്നെ പുതിയത് വാങ്ങിക്കണ്ടേ. അദ്ദേഹം ഒരു വാക്കുണ്ട്, ആ വാക്കാണ് എന്നെ മാറ്റിയത്. അദ്ദേഹം സാറേ നിങ്ങൾ ഈ പറഞ്ഞ റാങ്കിൽ അടിച്ച് വണ്ടിയിൽ മേടിച്ചിട്ട് സ്റ്റേജ് വന്നിരിക്കുന്ന പ്രോഗ്രാമിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നിങ്ങളവിടെ കയറിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ തലകുലിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ടീമായിരിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്റെ കൂടെ വന്ന് ബിസിനസ് ആരംഭിച്ച് വിജയിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ കാരണം തലകുലിക്കേണ്ടില്ല. അതെന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്റെ കുടുംബം തലകുലിക്കുന്നത് ഞാൻ കുറച്ച് കുറിച്ചോടെ പോയി. പക്ഷെ എന്റെ കുടുംബത്തിനേക്കാൾ വിശ്വാസം എന്റെ ടീമാണ്. അതുകൊണ്ട് ഞാൻ സാറേ ഞാൻ എന്തായാലും എടുക്കും. അങ്ങനെ 2018 ഫെബ്രുവരി 18 പ്രോഗ്രാം. 2018 ഫെബ്രുവരി 16 ഈ വാഹനം ഇറക്കിയത്. ആ വാഹനം ഉപയോഗിച്ചിട്ട് കുറെ ഉണ്ടായ ക്രെറ്റ 14,87,000 രൂപ. അത് പച്ചക്ക് ഞാൻ പറയാം, 4,87,000 രൂപയായിരുന്നു ഡൗൺ പേയ്മെന്റ്. അത് മുഴുവൻ കടം മേടിച്ച. ഈ കടത്തിന് കൂടെ വീണ്ടും കടം മേടിച്ച വണ്ടി ഇറക്കി 4 മാസം കൊണ്ട് ആ കടങ്ങളെല്ലാം വീട്ടിൽ അടുത്ത 8ാമത്തെ മാസം 2,10,000 നടത്തില്ല. കിട്ടിയ പൈസ കൊണ്ട് ടീം ഉണ്ടാക്കാൻ വിചാരിക്കരുത്. ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് വളമിടണം, പൈസ ഉള്ള സമയത്ത് വളമിട്ട കൃഷി നന്നാവൂലേ? ശരിയാണല്ലോ. അതുപോലെ ഇത് ബിസിനസ് ആണ്. ടീമിന് ആവശ്യമുള്ള സമയത്ത് ടീമിന് വേണ്ട വിശ്വാസം ആവശ്യം കൊടുക്കാൻ നമ്മൾ റിസ്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് 2018 ഒക്ടോബർ 2,10,000 ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിട്ടി. എന്റെ കൂടെ ബിസിനസ് ആരംഭിച്ച ബിന്ദു മാഡത്തിന് സീലിംഗ് അടിപ്പിച്ചുകൊണ്ടാണ് സീലിംഗ് അടിച്ചത്. 1 കോടി BV ക്യാരി ഫോർവേഡ്, നമ്മുടെ സുമിത് സാർ പറഞ്ഞ 1 കോടി BV ക്യാരി ഫോർവേഡ് ഇതൊക്കെ വരും. ഇപ്പൊ നമുക്ക് 10,000 BV ആവാൻ വേണ്ടി നമ്മൾ വരുന്ന പാട് നമുക്ക് അറിയാം. ചിന്തിക്കേണ്ട കാര്യം, ഒരു വിത്ത് നട്ടാൽ ആദ്യത്തെ 2 ഇല വരാൻ സമയമെടുക്കും. കുറച്ച് കഴിഞ്ഞ ശിഖരങ്ങൾ വരും. എത്ര ഇല പൊഴിഞ്ഞാലും മരത്തിന് എപ്പോഴും ഇലയുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഇതെന്റെ വൈഫാണ്. എന്റെ കൂടെ പിന്നെ ജീവിതം ആരംഭിച്ച് ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ വേണ്ടി എന്റെ സെക്കൻഡ് ID ഞാൻ വൈഫിന്റെ പേരിലാണ് എടുത്തത്. ആ ID 336 ഡിഗ്രി 2,10,000. ഇന്ന് ആ ID ITC-നാണ്. ഞാൻ ഒരു ID WTC, ഒരു ID ITC-നാണ് എടുക്കുന്നത്.
കമ്മിയുടെ 300ാമത്തേക്ക് ദുബായിൽ വെച്ച് സെലിബ്രേഷൻ പോയി, ദുബായിലെ പ്രോഗ്രാം പോയി. ഒരുപാട് ഞാൻ ജസ്റ്റ് വേഗത്തിൽ കാണിക്കാം. അവരുടെ കമ്പനി ടൂർ വെച്ച ബാങ്കോക്ക്, പട്ടായ, തായ്ലൻഡിൽ പോയി, പട്ടായൊക്കെ പോയിട്ട് കുടുംബത്തോടൊക്കെ പോയി അടിച്ചു പൊളിച്ച് പോകുന്നു. ഈ വയനാട്ടിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ അവസരമുണ്ട്, പക്ഷെ ഫോട്ടോ എടുത്ത് ഞാൻ കോളം മാറി എന്നെ കാണിക്കാൻ കിട്ടൂല. അപ്പൊ അതാണ് സംഭവം. ഇത് എന്റെ ഒരു ഡ്രീമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയ ആളുകൾ, ഏറ്റവും കൂടുതൽ പരിഹസിച്ച ആളുകൾ, സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച ആളുകൾ ഞാൻ പറഞ്ഞു. കളിയാക്കിയത് കൊണ്ടാണ് പറിച്ചുവിട്ട് ഓടാനുള്ള തോന്നൽ വന്നത്. ശരിയാണല്ലോ? നീ നമ്മൾ ഇതിനെ കൊണ്ട് പറ്റില്ല 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 എന്ന് പറയുമ്പോഴാണ്, നമ്മൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് വിജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ശരിയാണല്ലോ? വിജയിക്കും എല്ലാവരും പറഞ്ഞാൽ വിജയിക്കില്ല. അപ്പൊ അങ്ങനെ ശ്രമിച്ച സമയത്താണ് എന്റെ വീട് റോഡിനടുത്ത് സൈഡിൽ കുറച്ച് സ്ഥലം മേടിച്ചു. ഇത് കോവിഡ് സമയത്താണ് സ്ഥലം മേടിച്ച് രജിസ്റ്റർ ചെയ്ത് 2020 മെയ്. 1 രൂപ പോലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ സമയത്ത് MI ലക്ഷം കിട്ടിയ വരുമാനം കൊണ്ട് മാത്രം മേടിച്ച സ്ഥലമാണത്. അതുകൊണ്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് മുഖീസാറൊക്കെ പറഞ്ഞത് കാണിക്കുന്നത്. കാരണം കോവിഡ് സമയത്തും MI വരുമാനം ഉണ്ടായിരുന്നു. പല കമ്പനികളും നിർത്തി, റെയിൽവേസ് പോലും നിർത്തിയ സമയത്തും MI ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് വരുമാനം ഉണ്ടായിരുന്നു. അതായിരുന്നു മൈലറ്റ്. അവിടെ വാങ്ങിച്ചതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് കളിയാക്കി. അത് കളിയാക്കി വരുന്നില്ല. ഈ ബിസിനസ് പറയുമ്പോൾ ഇപ്പൊ പറയാം, നിങ്ങൾക്ക് പ്രീമിയം ക്ലാസ് വാഹനം കിട്ടും, സൂപ്പർ മെഴ്സീഡസ് ബെൻസ്, BMW, ജാഗോർ ഒക്കെ എടുക്കാന്ന് പറയുമ്പോ ഞാൻ ഒരു വ്യക്തിനെ കൂട്ടി ഒരു TTS കൊണ്ട് അന്ന് കണ്ണൂരിൽ നമ്മുടെ പ്രസാദ് സാർ ആദ്യമേഖലയിൽ 10-20 പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ നടന്നു നോക്കി ബെൻസ് കൊടുത്ത് സൈഡ് കൊടുക്കും. അപ്പൊ എനിക്ക് വാച്ച് ചെയ്യാം, എന്നാ പിന്നെ ഈ ജന്മത്തിന് ബെൻസിനൊന്ന് സൈഡ് കൊടുക്കാൻ പറ്റുമോ? MI നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പ്ലാൻ ചെയ്തു. കുറെ നാളായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ബെൻസ് ഈ ക്ലാസ് 98 ലക്ഷം യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാലത്തെ ലൈഫില് ഇങ്ങനെ അത് അന്ന് മൊബൈൽ സാർ അന്ന് വന്നു. നമ്മൾ ആഗ്രഹിച്ചാൽ ഇറങ്ങി വരും ദൈവം പോലും എന്ന് നമ്മൾ പറയുന്നു. എന്റെ ടീമംഗങ്ങളൊക്കെ കുറച്ച് പേരുണ്ട്. ഇന്ന് ഒരു കാലത്ത് എന്റെ വാഹനം, എന്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു. 2 വാഹനം ഒരേ സമയം മേടിച്ച് ചെയ്യുന്നു. നിങ്ങൾ മേടിക്കുന്ന ഇന്നത്തെ തന്നെയല്ല, 5000 രൂപ മാസ ശമ്പളം മേടിച്ചുകൊണ്ട് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്നെ പരിഹസിച്ചത് നീ സോപ്പ് മേടിച്ച് വിറ്റിട്ടാണോ ഇതൊക്കെ നേടാൻ പോകുന്ന പറഞ്ഞ് അങ്ങനെ ഒരു വ്യക്തി ഒരു 8 വർഷം ഈ ബിസിനസ് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റമാണ് ഈ കാണുന്നത്. 2 വാഹനം മേടിച്ച് ചെയ്യുന്നതിന്റെ മത്സരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ ആഗ്രഹം വർദ്ധിച്ചു, വാഹനം വീണ്ടും ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. കാരണം നമുക്ക് ഈ പുതിയ വണ്ടി ഇറങ്ങുന്ന പുതിയ വരുള്ളൂ. ശരിയല്ലേ? അങ്ങനെ അതൊരു വാഹനം എടുത്തു. ഇന്ന് 2 വാഹനം മാനേജ് ചെയ്യുന്നു. ഇപ്പൊ ഇതാണ് നമ്മുടെ ടൊയോട്ടയുടെ ഹൈക്രോസ് 40 ലക്ഷം വരെയുള്ള ആ വാഹനം. ഈ 2 വാഹനമാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കണം, 2ന്റെ നമ്പർ വേണമെന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തല്ലേ ശരിക്കും ആദ്യം തന്നാ നീ എടുത്തോളാന്ന് പറഞ്ഞു. ആയിരിക്കോ? ഏകദേശം 2 ബൈക്ക് മേടിക്കുന്ന പൈസയായി നമ്പറിന് മാത്രം. മൈലേജാണ് നമ്മൾ ചെയ്യുന്നത്. എന്തും തീവ്രമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അത് നേടാൻ പറ്റും. ശരിയാണല്ലോ? ഇത് ഞാനൊരു ചെറിയ വീട് പണിയുന്നുണ്ട്. ഇപ്പോ ആ വീട് സാധാരണ ബിൽഡിങ് കട്ടയൊക്കെ കഴിഞ്ഞ പ്ലാസ്റ്റിക് തുടങ്ങി നമ്മൾ എന്തെടുക്കാൻ പോകും? എന്നെ കണ്ടാൽ തന്നെ അറിയില്ല എന്തോ ഒരു ചെറിയ കുഴപ്പം കിട്ടുന്നത്. ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ മന്ദബുദ്ധിയാണെന്ന് അർത്ഥം. സാധാരണ പ്ലാസ്റ്റിക് വയറിംഗ് പ്ലംബിംഗ് സാധനം എടുക്കാൻ തന്നെ പോവാ ആണോ ഇല്ലയോ? ഞാൻ പോയത് ഫർണിച്ചർ എടുക്കാൻ വേണ്ടി ചൈനയ്ക്കാണ്. ചൈനയിൽ 10 ദിവസം പോയി നോക്കി നമ്മുടെ വീടിന് ഫർണിച്ചർ എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്നുള്ള ഫർണിച്ചർ ലൈറ്റ് കാര്യങ്ങളിൽ ഫോട്ടോ എടുത്താണ് ഇവിടെ കാണുന്നതാണ്. ഫർണിച്ചർ എടുത്തില്ലെന്ന് പോയത് കാണുന്ന ഒരു മായാലോകമാണ്. ഫർണിച്ചർ ഒരു മായാലോകമാണ്. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു മാളിലേക്ക് കയറ്റി വിട്ടു. അതായത് ഫസ്റ്റ് പ്രീമിയം സാധനങ്ങൾ കൊടുക്കുന്ന മിഡിലുണ്ട്, പിന്നെ ലോക്കലുണ്ട്. പ്രീമിയം സ്ഥലത്ത് പോയി ലോവർ മാൾ എന്നാണ് മാളിന്റെ പേര്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അധികം ഷോപ്പൊന്നും ഒറ്റ മാളിൽ 5000 ഷോപ്പുകൾ. വഴിതെറ്റി പണാറങ്ങി പലതവണ. എവിടെ നോക്കിയാലും ഈ പറഞ്ഞ ഫർണിച്ചർ മാത്രം. അപ്പൊ അതൊക്കെ ഇത് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇത് ലൈറ്റിന്റെയൊക്കെയാണ്. പിന്നെ അവിടെ ചെന്നല്ല ബ്രൂസിന്റെ വീട്ടിൽ പോയി അത് നിൽക്കാൻ വേണ്ടി അനുകരിച്ചു നോക്കി. എവിടെ ചെന്നാൽ അനുകരിക്കണം എന്ന് അനുകരിച്ച് പറഞ്ഞിരിക്കുന്നു. ശരിയല്ലേ? അപ്പൊ ബ്രൂസിന്റെ അടുത്ത് പോയപ്പോ അനുകരിച്ചു നോക്കിയാണ് ഞങ്ങള്. ഇനി വീടിന് ചെറിയ കട്ടള വെച്ചാണ്, ചെറിയൊരു ആശയമാണ് ക്രെയിൻ ഉപയോഗിച്ചാണ് കട്ടള വെച്ചത്. നമ്മൾ ചരിത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കട്ടളയൊക്കെ വെച്ചു. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി
പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോഴും ഏകദേശം ടൈൽസിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട് പണി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. എന്നെ പരിഹസിച്ച ആളുകളുടെ മുന്നിൽ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് കളിയാക്കുമ്പോൾ ഒരു വാശി വേണം അവരോട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്തൊക്കെ ചെയ്താൽ എങ്ങനെയാവും, നമ്മൾ എങ്ങനെ ആവണം. ജസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. 5 പീസ് ജസ്റ്റ് ഞാൻ വേഗത്തിൽ പറയാണ്. ഫസ്റ്റ്, നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടൊന്നും ചാടരുത്. ഫസ്റ്റ് പി എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ആരാണ്, കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നവരാരാണ്. പലരും വരാണ്ട് നിങ്ങൾ ഇട്ടോ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, അതിന്റെ ലാഭം നിങ്ങൾക്ക് തരും, ഞങ്ങൾ സ്ഥലം മേടിച്ച് പച്ചക്കറി കൃഷി നടാൻ പോവാണ്, അതിന്റെ ലാഭം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്ന കോടികൾ മുടക്കി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുത്ത് വിറ്റ് മക്കളെ എന്നിട്ട് കാശ് കോടികൾ. മഹാവീർ ഇന്ത്യ ലിമിറ്റഡ് കോടികൾ ആസ്തിയുള്ള കമ്പനിയുടെ മാനേജ്മെന്റ് ഒരിക്കലോ ITC മീറ്റിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവീൺ സാർ, മൈ ലൈഫ് സ്റ്റൈൽ എന്റെ ഡ്രീം എന്ന് പറയുന്നത് ഇന്ത്യ സാമ്പത്തികമായി വികസിത രാജ്യമായി മാറുമെന്നും ആ മാറുന്ന സമയത്ത് അതിന്റെ 50% കോൺട്രിബ്യൂഷൻ MI ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. അങ്ങനെ ഡ്രീമുള്ള ഒരു കമ്പനിയുടെ കൂടെ വേണം നമ്മൾ നിൽക്കാൻ. ഇതിനടുത്തത് പ്രോഡക്ട്സ്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളൂ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റി വേറെ ലെവലാണ്. ഇതിന് പകരം വെക്കാൻ MI തന്നെ വേറെ ഒന്നുമില്ല. ശരിയാണോ? ശരിയാണ്. ഇനിയിപ്പോ വീണ്ടും പുതിയ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങാൻ പോകണം. സത്യം പറഞ്ഞ് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോ. കാരണം അതുപോലെ പ്രോഡക്റ്റ് കാരണം എന്താ പറയാതിരിക്കുന്ന അറിയോ, നമുക്കൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും മരുന്ന് നോക്കിയാൽ എന്നാ വരുന്നത് ചോദിച്ചോണ്ടിരിക്കുന്നത്. ശരിയാണല്ലോ? അതുകൊണ്ടാണ് പറയാത്തത്. പൈപ്പ് ലൈൻ ഇരിപ്പുണ്ടെന്ന് പറയുന്നത് ഈ പൈപ്പ് എപ്പോഴാ തുറക്കാൻ ചോദിക്കുന്നു. പക്ഷെ ഒരുപാട് പ്രോഡക്റ്റ് വരും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇന്ന പ്രോഡക്റ്റ് വേണമെന്ന് ചോദിച്ചു വരുന്ന കാലമാണ് വരാൻ പോകുന്നത്. അതുപോലുള്ള പ്രോഡക്റ്റ് വരാൻ പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ്. ഇതിനടുത്ത് പ്ലാൻ, ഇതിന്റെ ഇൻകം പ്ലാൻ വളരെ സിമ്പിൾ ആണ്. ശരിയാണല്ലോ? 10,000 ബിസിനസ്സോടെ മാച്ച് ചെയ്താൽ എത്ര കിട്ടും. BV ഒക്കെ പറഞ്ഞ ചില കമ്പനികളുണ്ട്, ഞാൻ ഏത് പേര് പറയുന്നില്ല. ആ പ്രോഡക്റ്റ് നിങ്ങൾ എടുത്ത് വിറ്റാൽ നിങ്ങൾക്ക് ഇത്ര BV, നിങ്ങൾ ഡയറക്റ്റ് വിറ്റാൽ, നിങ്ങളുടെ ടീം വിറ്റാൽ ഇത്ര BV. അങ്ങനെ BV എല്ലാം കൂടെ കൂട്ടി കൂട്ടി സ്വന്തം BV പോലും മറന്നു. അതാണ് പല അവസ്ഥ. ഇവിടെ നമുക്ക് ഒരു പ്രശ്നമില്ല. G35 75 നിങ്ങൾ ഏകദേശം ഏത് വിറ്റാൽ ബിസിനസ് ഉള്ള കറക്റ്റ്. ശരിയാണല്ലോ? കമ്പനി നടക്കുന്നുണ്ട്, കൃത്യമായി നമുക്ക് തന്നെ കൂട്ടിയെടുക്കാം. അടുത്തത്, എല്ലാ ബുധനാഴ്ചയും ഈ കഴിഞ്ഞ ആഴ്ച വരെ കമ്പനി ഒരാൾക്ക് പോലും കൃത്യമായ സിസ്റ്റം പ്രകാരം മന്ത്ലി പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം കൊടുക്കാതില്ല. കഴിഞ്ഞ 1 രൂപ കടമില്ലാത്ത ഒരു കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ കൃത്യമായ പേ ഔട്ട്, അത് കൃത്യമായിട്ട് വരുന്നുണ്ടോ, അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ. ഇതിനടുത്തത് പ്രൊഫൈൽ, കമ്പനിയുടെ പ്രൊഫൈൽ നോക്കണം. പല കമ്പനി പറയുന്നത് ഇതിനകത്ത് ഇത്ര വരുമാനം കിട്ടിയാൽ നിങ്ങൾ ഇന്നടത്തെത്തും, ഇത്ര വരുമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ എവിടെ എത്തിയ ആളെ ചോദിച്ചാൽ ഇന്ത്യ പോലും കാണാനുണ്ടാവില്ല. ശരിയാണോ? പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു നോക്കൂ, കമ്പനി പറഞ്ഞ എല്ലാ റാങ്കിലും ആളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ടീം കോൺട്രാക്ട് റാങ്കിൽ കയറാൻ വന്ന ഒരുപാട് പേര് എല്ലാ റാങ്കിലും കയറി. ശരിയാണോ? ഇല്ല, കമ്പനി പറഞ്ഞ എല്ലാ റാങ്കിലും ആളുണ്ട് എന്ന് പറഞ്ഞാൽ കോടികൾ വരുമാനം മേടിച്ച ആളുകൾ ആയിരക്കണക്കിനുണ്ട്. ശരിയല്ലേ? കമ്പനി യഥാർത്ഥത്തിൽ 2023 ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. ഇത്രയും നാളെ ചെയ്തത് കമ്പനി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു. ഇനിയാണ് ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങാൻ പോകുന്നത്. നെറ്റ്വർക്ക് ഉണ്ടാക്കിയപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ മാർക്കറ്റിനോട് തുടങ്ങിയാലോ? ചിന്തിച്ചു നോക്കണം. അപ്പൊ ആ തരത്തിലേക്കുള്ള പ്രൊഫൈൽ ഉണ്ട്. കമ്പനി പറഞ്ഞ എല്ലാ റാങ്കുകളും ആളുണ്ട്. ആ കമ്പനി പറഞ്ഞ എല്ലാ അച്ചീവ്മെന്റുകളും കമ്പനി നേടുന്നുണ്ട്. കമ്പനിയുടെ ഡയമണ്ട് സ്ട്രക്ചർ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു ITC ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു ITC, നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണ്. വേഗത്തിൽ ITC ആവണം. വേഗത എന്ന് പറയുന്നത് നമുക്ക്, കാരണം ടീം കോൺട്രാക്ട് ആവാൻ 1 മാസം കൊണ്ട് വേണമെങ്കിലാകാം, 1 വർഷം കൊണ്ടും ആകാം, വേണം 5 വർഷം കൊണ്ടും ആകാം. പക്ഷെ എത്ര ആയാലും 30,000 രൂപ തരുള്ളൂ ടീം കോൺട്രാക്ട് ആയാലും. ശരിയാണല്ലോ? നിങ്ങൾ എത്ര നാളായി എന്നുള്ളതല്ല ഇവിടുത്തെ കണക്ക്, വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് കണക്ക്. ശരിയാണല്ലോ? നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ കഴിവിനെ മാക്സിമം. മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നതാണ് റിസൾട്ട്. മറ്റുള്ളവർ എന്ത് പറയുന്നത് നിങ്ങൾ തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ആയിരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ പ്രധാനമല്ല, ഇങ്ങനെ ഇത്രയൊക്കെ സൗകര്യം തരുന്ന ഒറ്റ കമ്പനിയുള്ളൂ, MI ലൈഫ് സ്റ്റൈൽ. ഇത് ഞാൻ MI ലൈഫ് സ്റ്റൈൽ ആരോട് പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ യൂട്യൂബിൽ
യൂട്യൂബിലൊക്കെ എവിടെ അടിച്ചു നോക്കുള്ളൂ. ഡോക്ടർ ഡയറക്ഷൻ കമ്പനി ഇന്ത്യ ഇപ്പൊ അടിച്ച MLXലാണ് കാണുക. ഇപ്പൊ ഗവൺമെന്റ് ലിസ്റ്റ് വന്നു. മൈലൈഫിൽ ടെൻഷൻ ആയിരുന്നു. നമ്മളെ ലിസ്റ്റിൽ ഉണ്ടാവുന്നത് നമുക്കറിയാം. കാരണം എന്താണെന്നറിയോ? വ്യാജ ഡോക്ടർമാരെ തേടി സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർ ഇറങ്ങി ഓടാറില്ല. നമുക്കറിയാതെ ലിസ്റ്റ് ഉണ്ടാവുന്നത്. അത് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാൻ ലിസ്റ്റൊക്കെ റെഡി കിട്ടുന്നുണ്ട്. വിജയ് കൈവരിക്കുന്നതിൽ ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ ലക്ഷ്യം എന്ന് തീരുമാനിക്കുക, അതിലേക്കുള്ള നടപടിയിലേക്ക് നീങ്ങുക. നിങ്ങൾ മൈലൈഫിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കണം, ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഒരുപക്ഷെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും. ഞാൻ പണ്ടൊക്കെ മാനന്തവാടിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയിൽ എഴുതി വെച്ച വാക്ക് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തൊരു വാക്കാണ്. ഒരു മുസ്ലിം പള്ളിയിൽ എഴുതി വെച്ചാണ്. അത് വാക്കിതായിരുന്നു, നിസ്കരിക്കുക നിനക്ക് മേൽ നിസ്കരിക്കുന്നതിന് മുമ്പ്. ഞാനിവിടെ പറയുന്നു, വിജയിക്കുക നിങ്ങളെ പരാജയപ്പെടുന്നവർ നിങ്ങളുടെ മേൽ വിജയം നേടുന്നതിന് മുമ്പ്. അതൊരു ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇതാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. റൈറ്റ് അല്ലേ? ഈ അവസരം കേട്ട് നിങ്ങളാണ്, പുറമേ നിൽക്കുന്നവരല്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആരെയും കുറ്റപ്പെടുത്ത കളിയാക്കുന്നതല്ല. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകൻ അവർ റിട്ടയർഡ് ആവുന്നു 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് തന്നെ. ശരിയാണല്ലോ? ശരിയല്ലേ? അന്ന് നമ്മളെ പഠിപ്പിച്ച അതേ സ്ഥാനമാണ് ഇപ്പോഴും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാവുക. പണ്ട് ഞാനൊരു അധ്യാപകൻ, എന്തായാലും പറയില്ല, പരാഗയിലുള്ള പരാഗരടുക്കൽ പരാഗണ സ്ഥലത്ത് കലാപം സംഭവിക്കേ അത് ആ അധ്യാപകൻ റിട്ടയർഡ് തന്നെ പറഞ്ഞുകൊടുക്കുന്നത്. പക്ഷെ മൈലൈഫിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ ലീഡർ സ്ഥാനത്തേക്ക് നിങ്ങൾ എന്ന് മാറുന്നോ അന്ന് മുതലേ നിങ്ങളുടെ ടീം ഡെവലപ്പ് ആവുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ടീമിനോടൊപ്പം ഇരിക്കുന്നവരല്ല അക്ഷരാവുന്നത്, ടീമിന് അഭിമുഖമായി വരണം. എന്നാണോ നിങ്ങൾ ലീഡറായിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ ടീമിനെ സംബോധിക്കാൻ പറ്റുന്നത്, അന്നാണ് നിങ്ങളെ അനുകരിക്കാൻ നിങ്ങളുടെ ടീം തയ്യാറാവും. ശരിയാണോ? ഇവിടെ വിദ്യാഭ്യാസമില്ല, ഞാൻ പെണ്ണല്ലേ, എനിക്ക് വീട്ടിൽ കുറെ ജോലിയുണ്ട്, വയനാടാണ് കുറെ പശു ഉണ്ടെന്ന് പറയാം. ഇവിടെ അതില്ല, പശുക്കൾ കുറവാന്ന് തോന്നുന്നു. വയനാട്ടിൽ എല്ലാവർക്കും പശുവാ. പശുവിന് കുഴപ്പമുണ്ട്. പശുവിനെ നമ്മൾ കയറിട്ട് കെട്ടിയിട്ട് പശു കയറില്ല നമ്മൾ കെട്ടിയിട്ട് ഏറെ പോകാൻ പറ്റും. ശരിയല്ലേ? ശരിയാണോ? ഇവിടെ ചിന്തിക്കുക, ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത്രയും കാലം എന്തെല്ലോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര രൂപ ബാക്കിയുണ്ട്? ഒന്ന് കിടന്നു പോയാൽ നിങ്ങൾ ആരെ സഹായിക്കും? ഈ കളിയാക്കികളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുക. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് നോക്ക് എന്ന് പറയാൻ ഇവിടെ വേണ്ട പറയൂലേ? ഇത് വില കൂടുതല. ഇതൊക്കെ ആയിരിക്കും അവർ പറയാം. ഞാൻ ചെയ്ത തന്ത്രം പറയണം. എന്റെ കുടുംബക്കാരെ വീട്ടിൽ ചെല്ലും. 1-2 സാധനമല്ല, ഒരു കിറ്റ് കൊണ്ട് കിട്ടും കുറെ സാധനം. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇതിവിടെ വേണ്ട, ഇവിടെല്ലാം ഉണ്ടല്ലോ, അത് തീരുമല്ലോ. അങ്ങനെ ഇട്ടാ മതി. പക്ഷെ ഞാൻ പിന്നീട് പറഞ്ഞ ഡയലോഗാണ്, അതെ നിങ്ങൾ ഈ സാധനമൊക്കെ പല കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്. അതെ, അപ്പൊ അവർക്കൊക്കെ ചെറിയ ലാഭം കിട്ടൂലേ? 2-3 രൂപയ്ക്ക് ലാഭം കിട്ടൂലേ? കിട്ടും നമുക്കറിയാലോ. ആ പൈസ നിങ്ങൾക്ക് എനിക്ക് തരുന്ന വല്ല വിനോദമുണ്ടോ? ഞാൻ ഈ സാധനം കൊണ്ടത്തെ മേടിക്കാതിരിക്കാൻ പറ്റുമോ? മേടിച്ചിട്ട് അവരോട് എനിക്ക് വിനോദം ഉണ്ടെന്നേ പറയാൻ പറ്റുമോ? ശരിയല്ലേ? അങ്ങോട്ട് ഇട്ടുകൊടുത്ത വിഴുകാനും പാടില്ല, തൊപ്പിക്കളയാനും പാടില്ല. മാർക്കറ്റിംഗ് അതാണ്. മാർക്കറ്റിംഗ് ഒരു സ്കില്ലാണ്, ഒരു കലയാണ്. അത് ആവേശത്തോടെ ചെയ്യണം, പാഷനോടുകൂടി ചെയ്യണം. എനിക്ക് നടക്കില്ല, പാഷൻ ഇല്ലാതെ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. പാഷൻ ഇല്ലാത്ത ഒരു പാചകം ചെയ്യുന്ന കാര്യം പറയണോ? അതുകൂടെ പറഞ്ഞ നിർത്തുവാണ്. പാചകം സമയത്ത് പാചകം നല്ല കാര്യമാണ്, പറയാതെ. ഞാൻ പറയട്ടെ, ജസ്റ്റ് ഒരു ഇഷ്ടമുള്ള ഒരു ഫാമിലി, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഫാമിലീസ് ഭയങ്കര ഇഷ്ടമുള്ള അവർ വരുന്നത് നമുക്ക് വ്യക്തതയില്ല, അങ്ങനത്തെ ഫാമിലി ഇല്ലേ? അങ്ങനെ വരുമ്പോ ഈ ഭാര്യയോട് വിളിച്ചു പറയാണ് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു വിചാരിക്കും. വൈകുന്നേരം ഭർത്താവ് വരുമ്പോ ഭാര്യ എന്താ പറയാ, അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുറെ സാധനം മേടിക്കാൻ പറയുമല്ലോ. ഒടുക്കത്തെ ആവേശം. ഭർത്താവിന്റെ ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കും. ഭർത്താവ് ഇങ്ങനെ നോക്കി ഇത് നിവര് തീരുന്നു. ഭർത്താവ് എഴുതി നീ തന്നെ നീ മടുത്തോല്ലേ? അതൊന്നും നിങ്ങൾ അറിയേണ്ട സാധനം വെച്ചോളൂ. പറയൂലേ? അവസാനം എന്തെല്ലോ ഉണ്ടാക്കി. ഇവർ വന്നവര് ഭക്ഷണം കഴിച്ചോണ്ട് ഇവർ പറയും അവരിഷ്ടം അതാണ്, ഇവരിഷ്ടം ഇതാണ്, അവർക്ക് ഇഷ്ടമാണ്, കൊച്ചിന് ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടാക്കും. ലാസ്റ്റ് പറയും സമയം കിട്ടിയില്ല, ഞാൻ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തതാണ്. പറയാറില്ലേ? വെളുപ്പിന് 2 മണി കഴിഞ്ഞ് പണി തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ക്ഷീണം ഉണ്ടാവില്ല അവർക്ക്, ഭയങ്കര ആവശ്യം.
ഇനി ഇതേ ഭാര്യ അല്ലെങ്കിൽ ഇതേ ലേഡി വീട്ടമ്മ, അവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഫാമിലി വരികയാണ്. ഗതികേട് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചു. എന്തായിരിക്കും അവസ്ഥ? വരുന്നു പറയുമ്പോ ഭർത്താവിന് പറഞ്ഞു, അവരെ കൊണ്ട് എഴുന്നേന്നാ പറഞ്ഞത്, അവിടെ തന്നെ തുടങ്ങുന്നത്. ശരിയാണല്ലോ? ഇവരെ കാണിക്കാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഭർത്താവ് എടി എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, എന്നാ ഉണ്ടാക്കാൻ ആണല്ലോ. ഇവർക്ക് താല്പര്യമില്ല വരുന്നതിന്. പിന്നെ ഞാൻ തന്നെയുള്ളൂ ഇവിടെ, എന്നെ ഉണ്ടാക്കണം, എന്തെങ്കിലും ഉണ്ടാക്കണം. അവസാനം എന്തെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചുണ്ടാക്കും. അതൊരു കറി ഇളക്കുന്നൊക്കെ ഇളക്കായിരിക്കും. ശരിയാണല്ലോ? ലാസ്റ്റ് കലാശപ്പെട്ട് എവിടെയാണെന്നറിയോ? കടുക് പൊട്ടിച്ച് കരിയാവുമ്പോ മുടിഞ്ഞു പോകും. ശരിയാണല്ലോ? രണ്ടും പാചകമാണ്. റൈറ്റ് അല്ലേ? രണ്ടും പാചകം ചെയ്യുന്നത്. ഒന്ന് പാഷൻ ഉണ്ടായിരുന്നു, ഒന്ന് നിർബന്ധിച്ച് ചെയ്തു. ഇവിടെ അത് തന്നെയാണ്. മലയാളത്തിൽ ചെയ്യുമ്പോ നിങ്ങൾക്ക് GTS പോകണമെങ്കിൽ ഒരാൾ നിർബന്ധിക്കരുത്. GTS ഉണ്ടോ? ഞാൻ അവിടെ ഉണ്ട്. ട്രെയിനിങ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എന്റെ ടീമോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ അപ്പനെ ഒരിക്കലും നിങ്ങൾ പ്രോഗ്രാം വിളിച്ച് ഓർമ്മിപ്പിക്കരുത്. അങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ അപ്പനെ ഒരു വിശ്വാസമില്ല. ആ വ്യക്തി വരുമെന്ന് അതല്ലാതെ വിശ്വസിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ പാഷൻ. റൈറ്റ് ഓർ റോങ്? ഞാൻ പറയുന്നു, മലപ്പുറത്ത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. അടുത്ത പ്രാവശ്യം വരുന്നത് WBC ആയിരിക്കും. ഞാൻ പറയുന്നതേ ഉള്ളൂ, ഈ ബിസിനസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചവരെടുത്ത് പോകണം. വിജയിച്ചവരെ അനുകരിക്കൂ. പരാജയപ്പെട്ടവർ നിങ്ങളെ തേടി വരും. വിജയിച്ച സമയം നിങ്ങൾ ചോദിച്ചു മേടിക്കേണ്ടി വരും. ശരിയല്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങൾ ഈ മലപ്പുറത്ത് ചൂടാക്കേണ്ട ഇനിയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഞാനായിരിക്കും എന്ന് വിളിക്കുന്ന ഓരോരുത്തരും തീരുമാനമെടുക്കാം. ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടുത്ത മീറ്റിംഗിൽ ഞാൻ ടീക്കോലിനെ കഴിവ് കയറുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ശരിയാണോ? ഇല്ലയോ? തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതും നടന്നിരിക്കും. ഒരു കാര്യവും തീരുമാനിക്കില്ല എന്നുള്ളതും ഒരു തീരുമാനമാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ലീഡേഴ്സും എല്ലാ പ്രത്യേകിച്ച് ഗസ്റ്റുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിനെയും കിടക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഈ ബിസിനസ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തന്ന